മുംബൈയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു ലോക്കൽ ട്രെയിൻ വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. വിരൽ കാണാൻ പോയി, ലോക്കൽ ട്രെയിനിൽ കയറിയതും സൂപ്പർ കളി കിട്ടി. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിക്കാവേ. മുംബൈയിലെ വേറൊരു ജീവിതം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. മോർണിംഗ്. മുംബൈയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ രാവിലെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം വള്ളി സീപ്പാലം വരെ സീ ബ്രിഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരു എന്താ പറയുക, ഒരു അത്ഭുതമായിട്ടൊരു സംഭവമാണത്. കാരണം കടലിൻ്റെ അടിയിൽ കൂടെ പോയി അപ്പുറത്ത് പോയി കയറുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ആ സംഭവം. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി രാവിലെ ഒന്ന് ഇറങ്ങുവാണ്. അപ്പോൾ അതിന് നമുക്ക് ഇവിടുന്ന് ആദ്യം ലോക്കൽ ട്രെയിൻ കയറി. ഇപ്പോൾ നമ്മൾ കുർള വെസ്റ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് ആദ്യം ലോക്കൽ ട്രെയിനിൽ കയറി നമ്മൾ ആദ്യം വെർളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ എങ്ങനെ എന്താണെന്നുള്ളതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകുന്നു. ആദ്യം ലോക്കൽ ട്രെയിനിൽ ഇവിടെ നിന്ന് കയറുന്നു. അവിടെ നിന്ന് പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇവിടത്തേക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റേഷനിലൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ആൾക്കാരെ വിളിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ്, പിടിച്ച് കയറ്റിക്കൊണ്ട് അവരുടെ ബാഗൊക്കെ മേടിച്ചങ്ങോട്ട് വെച്ചിട്ടാണ് ചോദിക്കുന്നത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒഴുക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വരുന്നവർ പോകുന്നവർ, ഒരു വശത്തൂടെ വരുന്ന ആൾക്കാർ, പിന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ മുംബൈ ജീവിതം. മുംബൈയുടെ യഥാർത്ഥ ലൈഫ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മുംബൈ ലോക്കൽ ട്രെയിനിൽ സഞ്ചരിക്കണമെന്നാണ് പറയുന്നത്. അത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള മുംബൈയുടെ യഥാർത്ഥ ലൈഫ് എവിടെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. നോക്കാം. ഇതാണ് രാവിലത്തെ ഒരു ഗേറ്റിൽ കൂടെ മാത്രമുള്ള തിരക്ക്. വരുന്നവരും പോകുന്നവരും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരു സ്റ്റേഷനിലെ ഒരു ഏരിയയിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ. ഇത് കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അതിനിടയിൽ മുംബൈയിലെ വേറൊരു ജീവിതം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, പെട്ടിക്കൂട് അടിക്കും മാതിരി ഇതുണ്ടോ. ഇതിനകത്തെല്ലാം ജീവിതങ്ങളുള്ളതാണ്. ഇതിനകത്തെല്ലാം മനുഷ്യർ ജീവിക്കുന്നു. ഇതൊന്നിൻ്റെ വാതിൽ അപ്പുറത്തേക്ക് കിടക്കാനുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ശോചനീയമായൊരവസ്ഥ കണ്ടോ. പടുതാക്കെ മറച്ച് കെട്ടിയാണ് താമസിക്കുന്നത് കണ്ടോ. നമ്മൾ നല്ല നല്ല വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർ ജീവിത സൗകര്യങ്ങൾ പോരാന്ന് പറയുമ്പം ഇത്തരം കാഴ്ചകളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സത്യത്തിലേ നമ്മുടെയൊക്കെ നാടുകളിലും നല്ല വീടുകളിലുമൊക്കെ ഈ ഓരോരോ സാഹചര്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ പോരാന്നെന്നും പരാതി പറയുന്നവർ ഒരു 2 ദിവസം മുംബൈയിലൊന്നും വന്ന് താമസിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു മുറി അതിനകത്ത് തന്നെ അടുക്കള, അതിനകത്ത് തന്നെ എന്താ പറയുക കിടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരിടത്ത് തന്നെ കിടക്കുന്ന 10,000 ലക്ഷക്കണക്കിന് വീടുകളാണ് ഇവിടെ ഉള്ളത്. കാരണം അതാണ് ജീവിതം. ഒരു ലോക്കൽ ട്രെയിൻ വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. വരുമ്പോഴും പോകുന്നു, എല്ലാ ട്രെയിൻ വരുമ്പോഴും പോകുമ്പോഴെല്ലാം രാവിലെ ഇത് തന്നെയാണ് അവസ്ഥ. ഓൾമോസ്റ്റ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതിൻ്റെ ഒരു പാറ്റേൺ ഈ രീതിയിൽ തന്നെയായിരിക്കും. സൂചി കുത്താനിടയില്ല. നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള അറിയത്തില്ല. ക്യാമറയിൽ കാണിക്കുന്നതിന് നമുക്ക് പരിമിതിയുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഇത് ഫീൽ ആകുന്നത് നമുക്ക് ശരിക്കും. നമ്മൾ ഇവിടെ നേരിട്ട് ട്രെയിൻ നമുക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് കബൂതർഖാന എന്ന് പറയുന്ന സ്ഥലത്ത് ദാദറിൽ ആദ്യം പോയിറങ്ങണം. അപ്പോൾ അവിടുന്ന് കബൂതർഖാന എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് 39 ബസ് അതിൽ പോകാൻ വേണ്ടി മുംബൈ ലോക്കൽ ട്രെയിൻ കയറുകയാണ്. ലോക്കൽ ട്രെയിനിലും കൂടെ കയറിയാലാണ് നമുക്ക് മുംബൈയുടെ ഒരു ക്ലിയർ പിക്ചർ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഇതാണ് മുംബൈയിലെ ഓരോ ദിവസത്തെയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അല്ല, എപ്പോഴും തന്നെ ഉള്ളൊരു നേർചിത്രം എന്ന് പറയുന്നത്. ഇതാണ് സാധാരണ മുംബൈയുടെ ജീവിതം. എന്തായാലും വിരൽ കാണാൻ പോയി, ലോക്കൽ ട്രെയിനിൽ കയറിയതും സൂപ്പർ കളി കിട്ടി. വേറൊന്നുമല്ല, ഞങ്ങൾ കയറി ആ കമ്പാർട്ട്മെൻറ്റ് നിങ്ങളെ കണ്ടായിരിക്കുമല്ലോ. അപ്പം അത് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ആണെന്നാണ് TTR പറഞ്ഞത്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതായത് കാല് കുത്താൻ സ്ഥലമില്ല, ഒരു തേനീച്ചക്കൂടെ ഇളകി വരുന്ന മാതിരിയുള്ള ട്രെയിൻ വന്നു. ഞങ്ങൾ കയറി. അപ്പോൾ അത് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. കാരണം 570 രൂപ ഫൈൻ. അതായത് 10, 20 രൂപ ദാദർ വരെ ടിക്കറ്റ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് പുള്ളി അടിച്ച് തന്നതാണ് ഒരു 570 രൂപയാണ്. അത് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു നിലവാരം ഇതാണോ സാറേ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടാണ് പോകുന്നത്. കാരണം അത് ഫസ്റ്റ് ക്ലാസ് പോയിട്ട് നമ്മുടെയൊക്കെ അവിടെ ലോക്കൽ ട്രെയിനുകളിൽ പോലും അത്രയും തിരക്കില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത്. എന്തായാലും കുഴപ്പമില്ല, കാശ് പോയി, ഒരു അനുഭവമായി. മുംബൈയിൽ വന്ന ലോക്കൽ ട്രെയിനിൽ കയറുമ്പോൾ 1 എന്ന് എഴുതിയിട്ടുള്ളതൊക്കെ മിക്കവാറും ഫസ്റ്റ് ക്ലാസ്സുകളായിരിക്കും എന്നൊരു അറിവ് കിട്ടി. ഇപ്പോൾ 570 പോയാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു അറിവ് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. തെരുവ് കച്ചവടക്കാരൊക്കെ ധാരാളം ഇരിപ്പുണ്ട്. എന്ത് വേണമെങ്കിലും കിട്ടും. പഴം, പച്ചക്കറി, മീൻ, ഈ ഐറ്റം എല്ലാം ഉണ്ട്. അതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ട്.
ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു വെജ് ഹോട്ടലിൽ കയറിയതാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? എന്താ കാര്യം വെച്ചാലേ, ഈ വെജ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ കയറിയിട്ട് ചോദിച്ചു, നമ്മുടെ കേരളത്തിൽ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വരുമ്പോൾ പാനിപൂരി, റൊട്ടി ഇതൊന്നും നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ കയറി ഉടനെ ചോദിച്ചു, 2 ദോശ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം എന്നെ ആൾ പറഞ്ഞു, ദോശ റെഡി. അപ്പോൾ തന്നെ ചാടി കയറി അതിന് വൈകി കഴിഞ്ഞാൽ ദോശയും തരില്ല. അപ്പോൾ അത് കാരണം വേഗം അതോട് കഴിക്കാൻ വെച്ചിട്ടാ. ഹലോ, ഈ ഭാഷ കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ടേ സുരേഷ് കയറി വഴിക്ക് ഒറ്റ അടിക്ക് ചോദിച്ചു ദോശ. എൻ്റെ സുഹൃത്തുക്കളെ, ഭാഷ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് 2 മാർക്ക് കിട്ടി ഞാൻ മുംബൈയിലൊന്ന് എന്ത് ചെയ്യും? അപ്പോൾ കയറിയത് വളരെ സാത്വികമായിട്ട് ദോശ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്രീ ആയിട്ട് ഇപ്പോൾ തരുമോ എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ ചോദ്യമേ. അപ്പോൾ ഞങ്ങളിനി ദോശ കഴിക്കും. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം ഞങ്ങൾ ഇവിടുന്ന് വർളി പാലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ ഒരു 570 പോയി. അപ്പോൾ അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ഇനി വല്ലതൊക്കെ പോകാനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി പോകുന്ന വഴിക്ക് അറിയാം. എന്തായാലും ഒരു അനുഭവ പാഠമായി. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണിക്കാം. ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി ഇവിടുന്ന് ഹബൂദർഖാന, അതെ ഒരുവിധം സമാധാനമായി എന്നാണ് സുരേഷ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ നേരെ ഹബൂദർഖാന എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലണം. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വർളിയിലേക്കുള്ള വണ്ടി കിട്ടുക. അത് ലോക്കൽ ബസ്സിന് തന്നെ പോകേണ്ടി വരും. അല്ല, നല്ല ദൂരം ഉണ്ടല്ലോ. പിന്നെ യൂബർ വിളിച്ച് പോകണം അല്ലേ? വേണ്ട, നമുക്ക് ബസ്സിന് തന്നെ പോവാം. ഇന്ന് മുംബൈയുടെ ലോക്കൽ ജീവിതം അറിയാൻ ഇറങ്ങിയതാണല്ലോ. അപ്പം നമ്മൾ എല്ലാവിധ യൂബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഇന്ന് ലോക്കൽ പരിപാടികൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഹബൂദർഖാനായി ചെന്നിട്ട് അവിടുന്ന് 35 അല്ലേ, 35 അല്ലെ 39 അങ്ങനെ ഏതെങ്കിലും ബസ്സിൽ കയറിയാൽ നേരെ വർളിയിൽ ചെന്ന് ഇറങ്ങാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നോക്കാം. അങ്ങനെ വർളി ബസ്സിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അതെ, വർളി ബസ് നമ്പർ 169. അത് ദാദറിന്ന് പോകുമ്പോൾ ഇനി വേറെ സ്ഥലത്ത് പോകുമ്പോൾ 2-3 ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറ്റം പറയരുത്. അതെ, അപ്പം വർളിയിലേക്കുള്ള ബസ്സാണ്. കാരണം ഇതിൽ ഈ വണ്ടി വലിയ തിരക്കൊന്നും അങ്ങനെ കാണുന്നില്ല. കാരണം മൂവി സമയം ഏകദേശം കഴിഞ്ഞ് 10:30 സമയം. അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു വലിയ സമയം തിരക്ക് ഈ വണ്ടിയിലില്ല. ഇനി വർളിയിൽ പോയിട്ട് തിരിച്ചു വരെ എന്ത് ചെയ്യുന്നുള്ളത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആലോചിക്കും. അതെ, അപ്പോൾ അത് അവിടെ ചെന്നിട്ടുള്ള കാര്യമില്ല. ആദ്യം അവിടെ ചെന്ന് വരട്ടെ, എന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. ശരിക്കും ഇവിടെ കണ്ടു തീർക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഒരാഴ്ചയെങ്കിലും നന്നായിട്ട് ഇവിടെ ഒന്ന് കറങ്ങിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് കണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്നുള്ളതല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കാണണമെങ്കിൽ ശരിക്കും ഒരാഴ്ച മിനിമം ഇവിടെ 1 വീക്കെങ്കിലും ഇവിടെ നിന്നെങ്കിൽ മാത്രമേ ശരിക്കും നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണാം, ഒരു ഓട്ടപ്രദർശനം നടത്തി നമുക്ക് പോകാമെന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. അങ്ങനെ നടന്ന് നമ്മൾ കപൂർ ചൗക്കിലെത്തി. കപൂർ ചൗക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കറിയാമോ, ഒത്തിരി ഹിന്ദി പടത്തിൻ്റെയൊക്കെ ലൊക്കേഷനാണ് ഇവിടെ കപൂർ ചൗക്ക് എത്തി. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ കുറച്ച് സ്ട്രെയിറ്റ് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സീലിംഗ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് അപ്പുറം പോകണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ശരിയായ വൈബ് നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയ ചേഞ്ച് വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുംബൈ വന്നത് ഒരു ബിസിനസ് പരമായിട്ടുള്ള 2-3 ക്ലയൻറ്റ് മീറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 1-2 പർച്ചേസിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മുംബൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നമുക്ക് അന്തേരിയിലാണ് നമ്മുടെ മീറ്റിംഗ് പറഞ്ഞിരുന്നത്. അവരുടെ ഓഫീസ് അവിടെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കുള്ള മീറ്റിംഗ് രാവിലെ 11:30 ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് വിളി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇവിടം വരെ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറമാണ് ഈ പറയുന്ന ഈ സീലിംഗ് ബ്രിഡ്ജ്. അപ്പോൾ അവിടെ നമ്മളിപ്പം തൽക്കാലത്തേക്ക് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ നേരെ അവരുടെ ഓഫീസിലേക്ക് പോവുകയാണ്. പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സൈറ്റ് സീയിങ്ങിന് പോകാം. അതായിരിക്കും നല്ലത്. കണ്ടോ, ഒരിടത്തും കാണാത്തൊരു കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂ നിന്ന് ബസ്സൊക്കെ കയറുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല കേട്ടോ. മുംബൈയിലെ ചില പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകാനുള്ള AC ബസ്സിൽ കയറാനുള്ള ആൾക്കാരാണ് വളരെ ചിട്ടയോടുകൂടി ക്യൂ നിന്ന് ബസ്സൊക്കെ കയറി പോകുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മുംബൈയിൽ അതൊരു ഭയങ്കര വിസ്മയകരമായ ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഈ വരിയിൽ തന്നെ നിന്ന് ഞങ്ങളും ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ കയറുമ്പോൾ തന്നെ എടുത്ത് നേരെ കയറുക. വളരെ ക്ഷമയോട് കൂടി അച്ചടക്കത്തോടു കൂടി ആദ്യം കാണുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്നതാണ് ഞാൻ ഇങ്ങനെ ട്രെയിനിൽ കയറുന്ന ഒരു സിസ്റ്റം. ബസ്സിൽ കയറുന്ന ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യം നിങ്ങളെ ഞാൻ കാണിക്കാവേ.
ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ദൂരമുണ്ട് ദാദറിലേക്ക്. 5 രൂപ മാത്രമാണ് ഒരാൾക്ക് ചാർജ്. 5 രൂപ, അതും ഫുൾ AC ബസ്സിൽ. നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ മാതിരി 4 കാലും പണിത് വെച്ച് അങ്ങനത്തെ ആ പരിപാടിയൊന്നുമില്ല. സ്റ്റോപ്പ് എന്നുള്ളൊരു ബോർഡ്, ആ ബോർഡ് എവിടെ കാണുന്നോ അവിടെയായിരിക്കും ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അല്ലാണ്ടൊരു വെയിറ്റിംഗ് ഷെഡും പണിത് വെച്ചിട്ട് അവിടെ അതിൻ്റെ കീഴിൽ എല്ലാവരും കൊണ്ട് നിൽക്കുന്ന ആ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. കേട്ടോ, ഞാൻ കാണിക്കാം. സ്റ്റോപ്പ് എന്നൊരു ബോർഡ് കാണും ഇവിടെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഒരു ദിവസം മുംബൈയിലെ ജീവിതം എന്താണെന്നുള്ളതും ലോക്കൽ ട്രെയിനിൻ്റെ തിരക്ക് എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് കളി കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അതുകൊണ്ട് ട്രെയിനിലൊക്കെ കയറുമ്പോൾ, ലോക്കൽ ട്രെയിനിലൊക്കെ കയറുമ്പോൾ നോക്കി കയറുക, ക്ലാസ്സുകൾ മാറിപ്പോകാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.